ഓക്കെ, അപ്പോൾ ഇന്നത്തെ എന്റെ ട്രേഡിംഗ് ഡേ തീർന്നു. അപ്പോൾ ഇന്നെടുത്ത നമ്മുടെ ട്രേഡ്സിന്റെ എക്സ്പ്ലനേഷൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ഇന്നത്തെ മാർക്കറ്റ് ഒരു പൊട്ടൻഷ്യൽ സോണിന്റെ അഥവാ ഞാൻ നോക്കിയപ്പോൾ കാണുന്നത് ഒരു 1 hour ലെവലിനെ റെസ്പെക്ട് ചെയ്തിട്ട് മാർക്കറ്റ് ഒരു ക്ലാസിക് ഫോം ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് മാർക്കറ്റിൽ എൻ്റർ ആയത്. എന്നിട്ട് ആസ് യൂഷ്വൽ 1:2 അഥവാ 60 പിക്സ് എന്ന ലെവലിൽ നമ്മൾ ട്രേഡ് റൺ ചെയ്തു. അപ്പോൾ അത് നമുക്ക് ടാർഗറ്റ് അടിച്ചു. ആക്ച്വലി അവിടെ ട്രേഡ് എടുക്കേണ്ട യാതൊരു ആവശ്യം എനിക്കില്ലായിരുന്നു. പക്ഷേ മിസ്റ്റേക്ക് തെറ്റ് ചെയ്യാത്തതായിട്ട് ആരുമില്ല. അപ്പോൾ ഞാൻ അവിടെ ട്രേഡ് നോക്കിയിട്ടുണ്ട്. ഞാൻ ആ ട്രേഡ് കാണിച്ചു തരാം. ആ ഒരു ഗ്യാപ്പ് ബ്രേക്കൗട്ടിന്റെ ഞാൻ എൻ്റർ ആയി. 1:1 മൂവ് അവിടെ നടന്നിട്ടുണ്ട്. അതായത് 60 പിപ്സിന്റെ ടാർഗറ്റ് ആണ് നമുക്കുള്ളത്. ഇവിടെ 30 പിപ്സിന്റെ മൂവ് ഇവിടെ നടന്നു. കണ്ടോ, 1:1 മൂവ് നടന്നു. പക്ഷേ ഞാൻ ബ്രേക്ക് ചെയ്യാൻ വെച്ചിട്ടില്ലായിരുന്നു. അത് നമുക്ക് എസ് അടിച്ചു. അത് അൺവാണ്ടഡ് ട്രേഡ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഞാനത് ചെയ്യാണ്ട് അത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് തന്നെ ട്രെൻഡ് സ്റ്റിൽ സെല്ലാണെന്ന് വെച്ചിട്ട് ഞാൻ അഗൈൻ ആ 4 hour ഗ്യാപ്പ് ലെവലിൽ ട്രേഡ് നോക്കി. അപ്പോൾ ട്രേഡ് ആസ് യൂഷ്വൽ നമ്മൾ എന്താ ചെയ്യുന്ന പ്രൈസ് ആ ഒരു ലെവലിലേക്ക് വന്നതിന് ശേഷം നമുക്ക് എന്ത് കിട്ടണം, 5 മിനിറ്റിന്റെ ഒരു ഗ്യാപ്പ് ബ്രേക്കൗട്ട് കിട്ടണം. സോ 5 മിനിറ്റിന്റെ ഗ്യാപ്പ് ബ്രേക്കൗട്ട് ഇവിടെ കിട്ടി. 5 മിനിറ്റിന്റെ ഗ്യാപ്പ് ബ്രേക്കൗട്ട് നടക്കുമ്പോൾ നമ്മൾ മാർക്കറ്റിൽ ട്രേഡ് ആണ് 60 പിപ്സ് ആണ് ടാർഗറ്റ്. പിപ്സിന്റെ മൂവ് നടന്നപ്പോൾ ഞാൻ എന്താ ചെയ്തത്, ഞാൻ അത് ബ്രേക്ക് ചെയ്യാൻ വെച്ചു. ഇനി ഒരു ട്രേഡ് റിസ്ക് എടുക്കാൻ ഓൾറെഡി നമുക്ക് എസ് എൽ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ഞാൻ ബ്രേക്ക് ചെയ്യാൻ വെച്ചു. ആ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് തിരിച്ച് മേലോട്ട് കയറി പോയി. നമ്മുടെ ട്രേഡ് ഉണ്ടായി, ബ്രേക്ക് ചെയ്യാൻ കിട്ടി. അതൊരു വർക്ക് ഷോട്ടാണ്. ചില സമയത്ത് നമ്മൾ റിസ്ക് എടുക്കുന്ന വേണം. ആ ട്രേഡ് കറക്റ്റ് ആയിട്ട് പ്ലേ ചെയ്തു. 30 പിപ്പിന്റെ എസ്എല്ലും 60 പിപ്പ് ടാർഗറ്റും വന്നിട്ട് പ്രൈസ് തിരിച്ച് നമ്മുടെ ടാർഗറ്റ് അടിച്ചു. ആ ടാർഗറ്റ് അടിച്ചപ്പോൾ തന്നെ മറ്റൊരു പൊട്ടൻഷ്യൽ ബൈസോൺ ഞാൻ കൺസിഡർ ചെയ്തത് ഏതാണെന്ന് വെച്ചാൽ ഈ ക്ലാസിക് ലെവലിന്റെ BSNR ആണ്. ഈ 2 hour ഉണ്ടായിരുന്ന ഈ ക്ലാസിക്കിന്റെ ബ്രേക്ക്ഔട്ട് SNR പ്രൈസ് അവിടേക്ക് വരുമ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്ന 5 മിനിറ്റിന്റെ ഗ്യാപ്പ് ബ്രേക്കൗട്ടിൽ നമുക്ക് ട്രേഡ് നോക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ 5 മിനിറ്റിന്റെ ഗ്യാപ്പ് ബ്രേക്കൗട്ടിൽ നമ്മൾ ട്രേഡ് എടുത്തു. അതിനുശേഷം ഞാൻ ഒരു ട്രേഡ് എടുത്തിട്ടില്ല. മാർക്കറ്റ് നല്ല രീതിക്ക് ഫോളോ ആയി. ആക്ച്വലി നമുക്ക് ഇവിടെ ഒരു ട്രേഡ് എടുക്കാൻ പറ്റുള്ളൂ. ഇതും നമ്മുടെ നല്ലൊരു സെറ്റപ്പാണ്. ഇവിടെ വേണമെങ്കിൽ ട്രെൻഡ് അപ്സൈഡ് ആയതുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഈ ഒരു 2 hour ക്ലാസിക്കിലേക്ക് പ്രൈസ് വരുമ്പോൾ 1 hour പോയാൽ അവിടെ ഒരു ഗ്യാപ്പ് കാണാം. ഗ്യാപ്പിന്റെ താഴെയായിട്ട് ക്ലാസിക് CC കാണാം. അപ്പോൾ വേണമെങ്കിൽ 5 മിനിറ്റിന്റെ ഗ്യാപ്പ് ബ്രേക്കൗട്ട് എൻട്രിയോ അല്ലെങ്കിൽ നേരെ ഡയറക്റ്റ് എൻട്രിയോ എന്ത് വേണമെങ്കിലും നോക്കാറുണ്ട്.